ഇതൊരു 13 സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത്. ഏകദേശം ഒരു 4500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ക്ലയൻറ്റിന് ഒരു സിമ്പിൾ വീട് മതി എന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ, ഈസി ടു മെയിൻറ്റെയിൻ ആയിട്ടുള്ള രീതിയിൽ, വലിയ കളർ കാര്യങ്ങളൊന്നും ആൾക്ക് വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ന്യൂട്രൽ ഗ്രേ, വൈറ്റ്, ബ്ലാക്ക് ഷെയ്ഡ്സ് ആണ് പിടിച്ചിട്ടുള്ളത്. ഈവൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആർട്ട് പെയിൻറ്റിങ്സ് വരെ അങ്ങനെയാണ്. പിന്നെ കുഷ്യനിൽ മാത്രം നമ്മൾ ചെറിയൊരു യെല്ലോ, ഇപ്പോൾ ഒരു റൂമിൽ എന്തെങ്കിലും ബെഡ് സ്പ്രെഡൊക്കെ ഇട്ടപ്പോൾ അത് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ആ കുഷ്യൻ മാത്രം നമ്മളൊരു യെല്ലോ, റെഡ് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്ലേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വളരെ ന്യൂട്രൽ പാലറ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സിറ്റ് ഔട്ട് വഴി നമ്മൾ അകത്തേക്ക് ഫസ്റ്റ് കയറുന്നത് തന്നെ ഒരു ലോങ് പാസേജിലേക്കാണ്. ആക്ച്വലി അതൊരു ഫോയറാണ്. ആ ഫോയറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഫോർമൽ ലിവിങ് ഉണ്ട്, ഫാമിലി ലിവിങ് ഉണ്ട്. ഇത് രണ്ടും വെൽ കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു വാസ്റ്റ് ഇനോർമസ് സ്പേസിലേക്ക് കയറുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഈ ലോങ് പാസേജ് ഉള്ളതുകൊണ്ടും നമുക്ക് ഈ വീട്ടിൽ സെൻട്രലൈസ്ഡ് എ സി ആണ്. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് എ സിയുടെ ഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അവിടെ നമുക്ക് ഇച്ചിരി ഒരു റിസസ്ഡ് ആയിട്ടുള്ള രീതിയിലൊരു ഡെപ്ത് കുറഞ്ഞിട്ടുള്ളൊരു സീലിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സീലിംഗ് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നന്നാക്കാം എന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഒരു വുഡൻ ക്ലാഡിങ് കൊടുക്കാം. ഇൻറ്റീരിയറിൻ്റെ ഡിസ്കഷൻ വന്നപ്പോൾ അതിനൊരു വുഡൻ ക്ലാഡിങ് കൊടുത്തപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഈ ന്യൂട്രൽ പാലറ്റിൻ്റെ കൂടെ ഒരു വുഡൻ എലമെൻറ്റും കൂടി വരുമ്പോൾ അതിനൊരു റിച്ച്നെസ്സും കൂടി ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പം അങ്ങനെയാണ് അതൊരു ലോങ് പാസേജിൽ ആ ഒരു വുഡൻ ക്ലാഡിങ് എല്ലാം വന്നിട്ടുള്ളത്.